ഹായ് ഫ്രണ്ട്സ്, ഇത് അയൽക്കാരി ഗ്രീഷ്മ എന്ന കഥയുടെ അവസാന ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കാം. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നശിപ്പിക്കാതെ നമുക്കിനി കഥയിലേക്ക് പോയാലോ. പ്രകാശ് ചേട്ടൻ ഇന്നത്തെ ദിവസം വീട്ടിലേക്ക് വന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഗ്രീഷ്മ ചേച്ചി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അമ്മ തന്നെ പറഞ്ഞതാണ് അവിടെ നിന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയില്ല. പെട്ടെന്ന് അടുക്കളയിൽ നിന്നുള്ള വിളി കേട്ടിട്ടാണ് ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചത്. എടാ ബിബിനെ, നിനക്ക് പായസം ഉണ്ടാക്കി തരട്ടെ? വേണ്ട ഗ്രീഷ്മ ചേച്ചി, ഇനിയിപ്പം ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് ചേച്ചി ഒരു പുഞ്ചിരിയോട് പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം, നീ കുടിക്കി എന്ന് പറഞ്ഞിട്ട് ചേച്ചി അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇപ്പോഴും പ്രകാശ് ചേട്ടനും ഗ്രീഷ്മ ചേച്ചിയും തമ്മിൽ ഒട്ടും ചേർത്തില്ല. ഞാൻ അത്രയോ പറഞ്ഞു നോക്കിയതാണ്. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതിനെ നല്ല ഭാഗ്യം. ഇപ്പോൾ തന്നെ ചേച്ചിക്ക് 33 വയസ്സായി. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഓരോ കാര്യങ്ങളുണ്ട് ചേച്ചിക്ക്. പക്ഷേ പ്രകാശ് ചേട്ടനോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ആള് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഒരു കൂസലില്ലാത്ത മനുഷ്യൻ, അത് മാത്രം പറയാൻ വേണ്ടി. പലപ്പോഴും ഗ്രീഷ്മ ചേച്ചിയുടെ കാര്യം ആലോചിച്ച് എനിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ടായിരുന്നു. മറ്റൊന്നുകൊണ്ടല്ല, ഏതോ ഒരു കുഗ്രാമത്തിൽ വന്ന് ഇങ്ങനെ വന്ന് കിടക്കേണ്ട ഒരാളായിരുന്നില്ല ഗ്രീഷ്മ ചേച്ചി. ഗ്രീഷ്മ ചേച്ചിക്ക് ഒരുപാട് സെൻസും സെൻസിബിലിറ്റിയും ഉണ്ട്. പക്ഷേ അതൊന്നും പ്രയോഗിക്കുന്നില്ല എന്ന് മാത്രം. പ്രകാശേട്ടനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രകാശേട്ടൻ്റെ കാര്യം മാത്രമാണ്. നേരെ പറമ്പിൽ പോയി കിളയ്ക്കുക, ശേഷം ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അവിടെ വന്നിരിക്കുക. ഗ്രീഷ്മ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സഹായമോ കാര്യങ്ങളോ ചെയ്തു കൊടുക്കത്തില്ല. രണ്ടുപേരും ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. എങ്കിൽ പോലും പ്രകാശേട്ടനാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചിയുടെ കാര്യങ്ങൾ പോലും ഒന്നും ശ്രദ്ധിക്കത്തില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പ്രകാശേട്ടൻ കുറേ കാലം കൂടി തറവാട്ട് വീട്ടിൽ പോയതാണ്. ഇത്രയും ഡേയ്സായിട്ടും വന്നിട്ടില്ല. ഗ്രീഷ്മ ചേച്ചിയുടെ ഒരു അലവും കാര്യങ്ങളും പ്രകാശേട്ടൻ ഉണ്ടായിരുന്നില്ല. ഞാൻ അടുക്കളയിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചി അടുക്കളയിൽ നിന്ന് പായസത്തിനായിട്ട് പാലൊഴിക്കുകയായിരുന്നു. ആ സമയം ചേച്ചി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പം തന്നെ ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ച് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ, അതായത് ഒരു പാൽപ്പായസ പുഞ്ചിരിയോടെ ഗ്രീഷ്മ ചേച്ചി എന്നെ വരവേറ്റു. വാ, ഇവിടെ വന്നിരിക്കേ, നീ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? ഒറ്റയ്ക്കിരുന്ന ബോറടിക്കില്ല എന്നെ കൂട്ടാം, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കേ എന്ന് പറഞ്ഞിട്ട് ഗ്രീഷ്മ ചേച്ചി എന്നെ അവിടേക്ക് വിളിച്ചിരുത്തി. പെട്ടെന്ന് ഞാൻ ചേച്ചി ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അല്പം തടി കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ ചേച്ചിക്ക്. മറ്റൊന്നുമല്ല, ഇവിടുന്ന് ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു. ഞാൻ ആ പറയുന്ന നിമിഷം തന്നെ അതുവരെയും പുഞ്ചിരിയായിട്ട് നിന്നിരുന്ന ഗ്രീഷ്മ ചേച്ചിയുടെ മുഖം ഒന്ന് മാഞ്ഞു. ആണോടാ, നല്ല തടിയുണ്ടോ എന്ന് ഗ്രീഷ്മ ചേച്ചി എന്നോട് തന്നെ ചോദിച്ചു. കുറച്ച് ചേച്ചി, നേരത്തെ വന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് മാത്രം ഞാൻ ഗ്രീഷ്മ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ഞാനത് പറയുന്ന സമയത്ത് തന്നെ ഗ്രീഷ്മ ചേച്ചി അടുക്കളയിൽ നിന്നിറങ്ങിയിട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കി. ആടാ, ചെറുതായിട്ട് തടി വെച്ചിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്തൊന്നും ഇത് ഇത്രയും തടിയില്ലായിരുന്നല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. അയ്യോ, എനിക്കിപ്പോൾ നന്നായിട്ട് തടി കൂടിയുണ്ടല്ലേ? ഞാൻ പറഞ്ഞു, അതെ, നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ചെറുതായിട്ട് ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ വേണം. പിന്നെയാണെന്നുണ്ടെങ്കിൽ ചേച്ചി പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ, ആകെപ്പാടെ ഇവിടെ ഇരിക്കുന്നു, വീട്, പുറം, മുറ്റം, അത് മാത്രമല്ലേ ഉള്ളൂ ചേച്ചിക്ക്. അല്ലാതെ വേറെ ഒന്നും ചേച്ചിയുടെ മൈൻഡിലേ ഇല്ലല്ലോ. അതുകൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ്. എങ്കിലും ഒന്ന് പുറത്തോട്ടൊക്കെ പോ ചേച്ചി, എന്തെങ്കിലുമൊക്കെ കാണുകയോ പിന്നെ നടക്കുന്ന സമയത്ത് തന്നെ ഈ തടിയും കാര്യങ്ങളൊക്കെ ഞാൻ കുറയും. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഫുഡിനകത്തും കുറച്ച് ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ വേണം എന്ന് തന്നെ ഞാൻ ഗ്രീഷ്മ ചേച്ചി അടുത്ത് പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചി എന്തെന്നില്ലാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു. എന്താ ചേച്ചി ഇങ്ങനെ ചിന്തിക്കുന്നത്? ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, അയ്യോ, ഞാൻ ഇതിനകത്തൊന്നും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലടാ. നീ പറയുന്ന സമയത്താണ് ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നത് തന്നെ. അത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഇന്നോട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെയാണെന്നുണ്ടെങ്കിൽ എക്സസൈസും കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. ഓരോ കാര്യങ്ങളില്ലേ, അതൊക്കെ ചെയ്ത് ചേച്ചി ഒന്ന് ശീലമായി കഴിഞ്ഞാൽ പിന്നെല്ലാം സെറ്റാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രൈ ചെയ്തൂടെ? ഇതെല്ലാം അങ്ങനെ കുറച്ചെടുത്തൂടെ എന്ന് തന്നെ ഞാൻ ഗ്രീഷ്മ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചിക്ക് ഞാൻ ആ പറയുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ തടി കൂടിയെന്നുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആ മുഖത്ത് വീടിന്ന് അഴിച്ചു തുടങ്ങി. അപ്പം തന്നെ ഞാൻ ഗ്രീഷ്മ ചേച്ചിയോട് പറഞ്ഞു, അടുക്കളയിൽ പായസം എന്താ തിളച്ചു പോകും കേട്ടോ, അതെന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പായസം എല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അടുക്കളയിലേക്ക് ചെന്നു. അതൊന്നും മറ്റൊന്നുമല്ല, അവിടെ ചെന്ന സമയത്ത് തന്നെ ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ നീ ഒന്ന് ടേസ്റ്റ് ഇല്ലാന്ന് നോക്ക്, നീയല്ലേ കുടിക്കേണ്ടത്
എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് കുറച്ചെടുത്ത് തന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്ന് കുടിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകണം, അല്ലാതെ ഈ പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് തന്നെ ഞാൻ ഓപ്പണായിട്ട് പറയുന്ന സമയത്ത് ചേച്ചി ഒന്ന് ഒരു അന്തം വിട്ടാണക്ക് പെട്ടെന്ന് തന്നെ, അയ്യോ അങ്ങനെ എനിക്ക് പറ്റില്ല, ഇപ്പം ഞാൻ ആകെ കൊതിയോടുണ്ടാക്കിയതല്ലേടാ, അത് കൊതിയോടുണ്ടാക്കിയത് എനിക്ക് തരാൻ വേണ്ടിയിട്ടില്ല ചേച്ചിക്ക്, അല്ലാതെ ചേച്ചിക്ക് ഇരുന്ന് കുടിക്കാനല്ലോ എന്നതിനെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പം തന്നെ ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എന്നാലും ഞാൻ ഉണ്ടാക്കിയ സാധനമല്ലേ, ഞാനത് കുടിക്കണ്ടേ അല്ലേ എന്നതിനെ ഗ്രീഷ്മ ചേച്ചി ഒരു ലാളനയോടെ എൻ്റെ അടുത്ത് ചോദിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഉവ്വ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ ഒരു അവസ്ഥയുണ്ട് കേട്ടോ, ഇതിങ്ങനെ ഡയറ്റ് തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാലേ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു. ആ നിമിഷം ഞാനത് പറയുന്ന സമയത്ത് ഞാൻ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു കൊതിയോടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു പായസം കുടിക്കണമെന്നുള്ള കൊതി ഗ്രീഷ്മച്ചിയുടെ മൈൻഡിൽ നന്നായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ തിരിഞ്ഞ സമയത്ത് തന്നെ ഞാൻ കുടിച്ച ആ ഗ്ലാസിൻ്റെ പാത്രത്തിൽ നിന്ന് അതിൻ്റെ ടേസ്റ്റ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അയ്യേ, ഞാൻ പെട്ടെന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ തന്നെ ഗ്രീഷ്മ ചേച്ചി, എടാ കൊതി കൊണ്ടല്ലേടാ, ഞാനാണെന്നെനിക്ക് ഉണ്ടാക്കിയതല്ലേ, ഞാൻ ടേസ്റ്റെങ്കിലും നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇച്ചിരി പായസം എടുത്ത് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ എടുത്തു ഒഴിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇച്ചിരി കുടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിളമ്പിത്തരാം, അല്ലാതെ ചേച്ചി ഇപ്പം കുടിക്കണ്ട എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആളുടെ മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഒരു വിഷമവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഞാനിങ്ങനെ പറഞ്ഞു, എന്നാൽ ഇച്ചിരി കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു തവി മാത്രം ഞാനിങ്ങനെ ഒഴിച്ചു. എടാ സ്വല്പം കൂടി എടുക്ക്, ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചിരി മാത്രം കുടിച്ചാൽ മതി, ഇത്രയും കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഡയറ്റും കണ്ടിന്യൂ ചെയ്യാം, പിന്നെ ചേച്ചിക്ക് എൻ്റെ ടേസ്റ്റും കിട്ടുകയും ചെയ്യും എന്ന് തന്നെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി അത് മുഴുവൻ ഒറ്റ വലിക്ക് കുടിക്കുകയും ചെയ്തു. എന്തിനു കൊതിയ ചേച്ചിക്ക് അന്ന് പറയുന്ന സമയത്ത്, എടാ ഞാനൊരു പായസക്കൊതി ഉണ്ട് എനിക്ക്, അതാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പണ്ട് തൊട്ടേ ഉള്ളതാണ്. നിന്റെ അടുത്ത് ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. അങ്ങനെ പായസം മുഴുവൻ ഒരു കൊതിയോടെ കുടിച്ചു കഴിഞ്ഞ് ഗ്രീഷ്മ ചേച്ചി എന്നെ നോക്കി. ആ സമയത്ത് ഞാൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ദേ തൊട്ടടുത്തൊക്കെ പായസം ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗ്രീഷ്മ ചേച്ചിയുടെ ആ ഒരു മുഖത്ത് പറ്റിയിരിക്കുന്ന ആ ഒരു പായസം ഞാൻ തുടച്ചു കളഞ്ഞു. ആ നിമിഷം ഗ്രീഷ്മ ചേച്ചി ഒന്ന് പുഞ്ചിരിച്ചു, ഒരു കൊതിയുള്ള കുട്ടിയെ പോലെ. ആ സമയത്ത് ഗ്രീഷ്മ ചേച്ചിയുടെ മൈൻഡാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പായസം കൂടി ആഗ്രഹിക്കുന്നു എന്നെനിക്ക് തോന്നിയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ചേച്ചിയുടെ കൊതി കൊണ്ട് മാത്രമാണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ചേച്ചി വീണ്ടും പായസത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇനി തരത്തില്ല കേട്ടോ, ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്, അല്ലാതെ ഇനി നടക്കത്തില്ല എന്ന് പറയുമ്പോൾ ഗ്രീഷ്മച്ചി, എടാ ഒന്നുകൂടി, ഇച്ചിരി കൂടി എന്ന് പറഞ്ഞ് വീണ്ടും എന്നെ നിർബന്ധിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നടക്കത്തില്ല, ഇനി എന്തൊക്കെയാലും നടക്കത്തില്ല മോളെ എന്ന് പറയുമ്പോൾ ഗ്രീഷ്മച്ചി വീണ്ടും എൻ്റെ അടുത്ത് ഒന്നുകൂടി എന്നും പറഞ്ഞിട്ട് വീണ്ടും വരികയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ്സും കൂടെ, ഒരു പകുതി ഗ്ലാസിൻ്റെ പകുതി മാത്രം കൊടുത്തു. അപ്പോൾ തന്നെ ഒരു കൊതിയോടെ അത് വാങ്ങിച്ച് അത് കുടിക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി ആയിരുന്നു ചേച്ചിക്ക്. ചേച്ചി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വണ്ണം കൂടും കേട്ടോ, പിന്നെ എന്നെ ഒന്നും പറയാൻ നിൽക്കില്ലേ എന്ന് പറഞ്ഞ് ഞാൻ പറയുകയും ചെയ്തു. നമുക്ക് നാളെ തൊട്ട് ഡയറ്റ് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചിയുടെ ഞാൻ തന്നെ പറഞ്ഞു, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡയറ്റൊന്നും പോകത്തില്ല, ഡയറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡയറ്റ് ചെയ്യണം, ഇന്ന് വേറെ വേറെ എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, ഞാൻ ഓരോന്നോരോന്നായിട്ട് പഠിപ്പിച്ചു തരാം എന്ന് ഗ്രീഷ്മ ചേച്ചിയുടെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, ഓക്കെ എന്നെങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇനി ഇത്തിരി നേരം റെസ്റ്റ് എടുക്കുക, അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആദ്യം ഒന്ന് നടക്കാൻ പോവാം, അത് വേറെ ഒന്നുമല്ല, വീടിന് ചുറ്റും മാത്രം മതി, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജസ്റ്റ് ഇങ്ങനെ നടക്കാം, അത് കഴിഞ്ഞ് മതി എക്സസൈസ് എന്ന് ഞാൻ ഗ്രീഷ്മ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഇട്ടുകൊണ്ടൊന്നും എക്സസൈസ് ചെയ്യാൻ വേണ്ട, നേരെ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എക്സസൈസ് ചെയ്യാനും മറ്റുമൊക്കെ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നേരെ ഗ്രീഷ്മ ചേച്ചി മുറിക്കകത്തേക്ക് പോയി. ശേഷമാണെന്നുണ്ടെങ്കിൽ അലമാരിൽ വെച്ചിരുന്ന പ്രകാശേട്ടൻ എപ്പോഴൊക്കെ വാങ്ങിച്ചു കൊടുത്ത ചില ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അത് തന്നെ എടുത്തിടുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല വന്നോളൂ
എന്ന് പറഞ്ഞ് ഗ്രീഷ്മ ചേച്ചി ഞാൻ അവിടുന്ന് പിടിച്ചിറക്കി. ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മാവിൻ തുപ്പിൻ്റെ അടുത്തേക്കാണ് പോയത് നടക്കാനായിട്ട്. അപ്പോൾ തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, എടാ ഇപ്പം തന്നെ നടന്നു കഴിഞ്ഞപ്പം തന്നെ ഞാൻ അടയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, നടക്കാതിരുന്ന് നടന്നിട്ടാണ് ചേച്ചി, ഇടയ്ക്കിടയ്ക്ക് നടക്കുകയൊക്കെ വേണ്ടേ എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ ചേച്ചി എന്നെ പറഞ്ഞു, നീ പറയുന്നത് ശരിയാ, ഞാനിപ്പം ഒട്ടും നടക്കുന്നുമില്ല. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് വരുമ്പോൾ എന്ത് ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ, പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒന്നും കഴിയുന്നില്ല എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. അപ്പം തന്നെ ഞാൻ തിരിച്ച് മറുപടിയും പറയുകയും ചെയ്തു, ചേച്ചി ഇങ്ങനൊന്നും ആയാൽ പറ്റില്ല കേട്ടോ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ ചേച്ചി എന്നെ പറഞ്ഞു, നീ ഉള്ളതാണ് എനിക്കൊരു സമാധാനവും കാര്യങ്ങളൊക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയനെ കേട്ടോ. ഞാനെപ്പോഴും ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കാണെങ്കിൽ ശരി തന്നെ എന്ന് പറയുമ്പോൾ ഗ്രീഷ്മ ചേച്ചിക്ക് ആ ഒരു സമാധാനം മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ മാവിൻ ചുപ്പിന് ചുറ്റും ഒന്ന് നടന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ആ ടൈമിൽ തന്നെ ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടേക്കൊന്ന് കറങ്ങാം, അതിനുശേഷം നമുക്ക് പോകാം. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചിക്ക് നല്ല ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടല്ലേ, ഏതായാലും ആയിക്കോട്ടെ, നമുക്ക് രണ്ടുപേർക്കും അതിനെ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വന്നു. അപ്പോൾ തന്നെ ഒരു സമയമായി. അങ്ങനെ വീട്ടിലെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചി നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ വേണോ? ചേച്ചി പറഞ്ഞു, ആടാ എനിക്ക് വെള്ളം വേണം എന്ന് പറയുന്ന ടൈമിൽ ഞാൻ അകത്ത് പോയി ഗ്രീഷ്മ ചേച്ചിയെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ടൊന്ന് ഗ്രീഷ്മ ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് ദാഹത്തോടെ ചേച്ചി അത് കുടിക്കുന്ന കണ്ടു. ചേച്ചി ഇനി വേണോ? ഒരു ഗ്ലാസ്സും കൂടെ വേണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ്സും കൂടെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ കുടിച്ച സമയത്ത് ആൾക്ക് ആകെ ഒരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു വെപ്രാളമുണ്ട്. അങ്ങനെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ സിറ്റൗട്ടിൽ തന്നെ അങ്ങ് ഇരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല കേട്ടോ, നമ്മൾ ബാക്കി എക്സസൈസ് മാറ്റി കിടക്കുകയാണ്. അപ്പോൾ തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, എനിക്ക് ഇനി വയ്യാടാ, ആകെ കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നടന്നപ്പോഴേ ചേച്ചി ഇത്രയും കുഴഞ്ഞു. ചേച്ചി ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങണം നമുക്ക്, എങ്കിലേ നാളെ ഇച്ചിരിയും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി എടുത്ത് പറഞ്ഞു. എടാ ഇനി ടയർഡായി പോകില്ല ഞാൻ പറഞ്ഞു, ചെറിയ ചെറിയ എക്സസൈസ് മാത്രമേ ചേച്ചിക്ക് ഞാൻ തരത്തുള്ളൂ, അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ, നീ പറഞ്ഞില്ലേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗ്രീഷ്മ ചേച്ചി അതിനെല്ലാം അനുകൂലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, വാ ഇനിയിപ്പോൾ നമുക്ക് റൂമിനകത്തോട്ട് കയറാം, അതിനകത്തുനിന്ന് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചേച്ചിയുടെ വണ്ണം നന്നായിട്ടൊന്ന് കുറയും എന്ന് പറഞ്ഞ് ഞാൻ ഗ്രീഷ്മ ചേച്ചിയെ അങ്ങോട്ട് പിടിച്ച് കയറ്റി. ഗ്രീഷ്മ ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ടയർഡായിട്ടുള്ള കാര്യങ്ങൾ ക്ഷീണമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു ബോട്ടിൽ വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അന്നേരം എടുത്ത് കുടിച്ചോ എന്ന് മാത്രം ഗ്രീഷ്മ ചേച്ചി എടുത്ത് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ എക്സസൈസ് ഞാൻ ഗ്രീഷ്മ ചേച്ചി എടുത്ത് കാണിച്ചു കൊടുത്തു, കൈകൾ കൊണ്ടുള്ള ചെറിയൊരു എക്സസൈസ്. ആ ടൈമിൽ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കൈപൊക്കി അങ്ങനെ കറക്കുന്ന ഒരു എക്സസൈസ് മാത്രമായിരുന്നു. ചേച്ചി അത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കൈ പിടിച്ച് ആ ഒരു രീതിയിൽ കാണിച്ചു കൊടുത്തു. ഞാനും ആ രീതിയിൽ ചേച്ചിയെടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ആ ഒരു ലെവലിലായ സമയത്ത് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാടുന്ന എക്സസൈസ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയെടുത്ത് ഒരു ജസ്റ്റ് വള്ളി എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഗ്രീഷ്മ ചേച്ചിയുടെ അത് പറയുന്ന സമയത്ത് തന്നെ ചേച്ചി പറഞ്ഞു, എടാ അതൊക്കെ ഹാർഡല്ലേ, എന്നെക്കൊണ്ട് പറ്റുമോ? ഞാൻ പറഞ്ഞു, ചേച്ചിയെ കൊണ്ട് കഴിയും, ചേച്ചി അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പെട്ടെന്ന് ചേച്ചി അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പെശകുകൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചിയെ കൊണ്ട് അത് കറക്റ്റ് ചെയ്ത് പഠിക്കുകയും വേണം, അല്ലാതെ ആ ഒരു വള്ളിച്ചാട്ടം അത് നടക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇനിയോ എന്ന് പറഞ്ഞ് ഗ്രീഷ്മ ചേച്ചി പറയുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ ഇനിയുണ്ട്, കുറച്ച് ഇതും കൂടെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് എല്ലാം സെറ്റായി വരും എന്ന് പറഞ്ഞ് ഗ്രീഷ്മ ചേച്ചിയെ ഞാൻ വീണ്ടും ഒന്ന് പിടിച്ചു. എടാ ബിബിനെ, ഞാൻ ആകെ ടയർഡായടാ, നീ ഒന്ന് നോക്കി എന്നെ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അതൊന്നും പറ്റില്ല, ജസ്റ്റ് ഒന്ന് വിയർത്തിട്ടുണ്ട്, അല്ലാതെ ടയർഡൊന്നും ആയിട്ടില്ല. ഗ്രീഷ്മ ചേച്ചി ഇപ്പോഴും ഉഷാറല്ലേ, എത്രയായാലും ടയർഡൊന്നും ആവില്ല എന്ന് പറഞ്ഞ് ഞാൻ ഗ്രീഷ്മ ചേച്ചി ഒന്ന് പുകഴ്ത്തി കൊടുത്തു. ഇനി കുറച്ചുള്ള തരണം കേട്ടോ, വലിയ ഹാർഡായിട്ടുള്ളൊന്നും തരില്ല കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഓക്കെ, ജസ്റ്റ് കുനിഞ്ഞു നിന്നും പിന്നെ പോലെ എന്താ കാലിലെ മുട്ടിൽ തൊടണം, അത് മാത്രമായിരുന്നു രണ്ടാമത്തെ എക്സസൈസ്. ഞാൻ പറഞ്ഞു, ഗ്രീഷ്മ ചേച്ചി പതുക്കെ എന്ന് പറഞ്ഞിട്ട് ആ കാലിൽ തൊടുക, ശേഷം ഒന്ന് എഴുന്നേക്കുക,
ഗ്രീഷ്മ ചേച്ചി ആ സമയത്താണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ചെയ്യുന്ന ടൈമിലും ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഗ്രീഷ്മ ചേച്ചി വളരെ ഹാർഡായിട്ടാണ് അത് ചെയ്യുന്നത്. ചേച്ചിക്ക് ഒട്ടും കഴിയാത്തതുപോലെ ഞാൻ ഓരോ സമയത്തും ഒന്ന് ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പാവം എങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, എടാ എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഗ്രീഷ്മ ചേച്ചി ഇത് നമുക്ക് കഴിയണം, അല്ലാതെ ഇത് വിട്ടുകൊടുക്കരുത്. ചേച്ചി ഇത് കഴിഞ്ഞ് ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ലെവലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രകാശേട്ടന് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ചേച്ചി ഇങ്ങനെ വീട്ടമ്മയായിട്ട് ഇതുപോലെ ഇരിക്കുന്ന സമയത്താണ് അവർക്കാർക്കും ഒരു വിലയില്ലാത്തത്. ഞാനത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചിക്ക് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ചെവിക്കൊള്ളുന്ന ഗ്രീഷ്മ ചേച്ചിയെ ഞാൻ വളരെ മനോഹരമായിട്ട് നോക്കി നിന്നു. വരുന്നില്ല. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ശരി തന്നെ വളരെ ശ്രദ്ധയോട് മാത്രമാണ് ഗ്രീഷ്മ ചേച്ചി കേൾക്കുന്നത്. അത് എനിക്കൊരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചി പതുക്കെയൊക്കെ ഓരോന്നും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി ഒരു തളർച്ച എന്ന രീതിയിൽ നേരെ ആ സോഫയിലോട്ട് കിടന്നു. ആ നിമിഷം ഞാൻ ആ ഒരു സോഫയുടെ അറ്റത്തേക്ക് കയറിയിരുന്നു. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞ്, എനിക്കിനി വയ്യ, ഞാൻ കുഴഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഇത് ശരിയാവില്ല ചേച്ചി, ഇതെല്ലാം പഠിക്കണം നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കയ്യിലിട്ടൊന്ന് പിടിച്ചു. പക്ഷേ ഗ്രീഷ്മ ചേച്ചി ഉണ്ടോ ഭാവം, എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ചേച്ചി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ഏതായാലും ഒന്ന് പോയി ഫ്രഷായിട്ട് വാ. ആളെ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, വീണ്ടും ഒന്ന് ഫ്രഷായിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. പെട്ടെന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എടാ എനിക്ക് നടുവിന് നല്ല വേദനയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. എടാ ഒന്ന് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു ചേച്ചി. അപ്പോൾ ആ എക്സസൈസ് ചെയ്തതിൻ്റെ വേദനയാണെന്ന് എനിക്ക് തോന്നി. എന്തോ ഉള്ളിക്ക് പിടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് റെഡിയാക്കാനായി ശ്രമിച്ചു. ചേച്ചി ഇങ്ങനെ നിന്നേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി പറഞ്ഞു, അയ്യോ എനിക്ക് നല്ല വേദനയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, നമുക്കിതെല്ലാം നോക്കാം ചേച്ചി. അങ്ങനെ ഞാൻ പറഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ഞാൻ ചെറിയ ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ചേച്ചി ഒന്ന് റെസ്റ്റ് എടുക്ക്, നന്നായിട്ട് ഒന്ന് കിടന്നോ, കുഴപ്പമില്ല. ആ ഒരു ആദ്യമായിട്ട് ചെയ്തതിൻ്റെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നതൊന്നുമല്ല എന്ന് തന്നെ പറയുന്ന സമയത്ത് ഗ്രീഷ്മ ചേച്ചി റെസ്റ്റ് എടുക്കാനായി തുനിയുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ആ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കി. ബെഡ്ഷീറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗ്രീഷ്മ ചേച്ചിയുടെ മുതുകിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എല്ലാം ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, എടാ ഞാൻ കിടക്കട്ടെ, എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന്. അപ്പോൾ തന്നെ ഞാൻ ആ ഒരു കട്ടിലേക്ക് പിടിച്ച് കിടത്തി. ഇച്ചിരി നേരം ചേച്ചി കിടന്നു നോക്ക്, അതിനുശേഷം മാറും എന്ന് പറഞ്ഞു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ റെസ്റ്റ് എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കുന്ന സമയത്ത് ഞാനും ആ കട്ടിൽ തന്നെ ഇരുന്നു. പാവം ചേച്ചി, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നെനിക്കും തോന്നി. കാരണം പാവം ഒരുപാട് വേദനിക്കുന്നുണ്ടായിരിക്കും. എക്സസൈസ് ചെയ്ത് ആദ്യമായിട്ടായതുകൊണ്ടാണ്, ചേച്ചിയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എടാ നീ പോകണ്ട, നീ ഇവിടെ തന്നെ ഇരിക്കേ. ഞാൻ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞതനുസരിച്ച് കട്ടിലേ തന്നെ ഇരുന്നു. അപ്പോൾ തന്നെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ചേച്ചിക്ക് ഒരു തുണയായിട്ട്. അപ്പോൾ തന്നെ ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഉള്ളതാണ് എനിക്കൊരു ധൈര്യം, അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം പോയേനെ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചേച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചും മറുപടി കൊടുത്തു. ചേച്ചിക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ, ഞാൻ ഉണ്ടാക്കണോ? വേണ്ട, നീ ഉണ്ടാക്കണ്ട, നീ ഇച്ചിരി നേരം ഇരുന്നാൽ മതി. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയി ഉണ്ടാക്കിത്തരാം, നീ കഴിച്ചാൽ മതി എന്ന് മാത്രം ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് റെസ്റ്റ് എടുക്ക്. അങ്ങനെ ഗ്രീഷ്മ ചേച്ചി അരികിലിരുന്നിട്ട് ഗ്രീഷ്മ ചേച്ചി എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഗ്രീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ലടാ, ഇപ്പം ആകെ ഒന്ന് ഇതായിട്ട് വരുന്നുണ്ട്, നീ ഏതായാലും നിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും അത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് തന്നെ ഗ്രീഷ്മ ചേച്ചി പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഗ്രീഷ്മ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി വേറൊരു കാര്യത്തിനും ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഞാനാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനും സപ്പോർട്ടുണ്ട്. പിന്നെ എനിക്കറിയാം പ്രകാശിൻ്റെ സ്വഭാവം, ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ലെന്നും എനിക്കറിയാം. പിന്നെ നമുക്ക് എന്തൊക്കെയാലും സഹിച്ചല്ലേ പറ്റത്തുള്ളൂ ചേച്ചി പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പം എന്തിനാണെങ്കിലും പിന്നെ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടല്ലോ, ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ എന്ത് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ടല്ലോ, അതുപോലെ ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു.
ഞാനങ്ങനെ പറഞ്ഞു നിർത്തുന്ന സമയത്ത് ഭീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കൈ വിരലുകൾക്ക് എന്തോ മാന്ത്രികതയുണ്ട് കേട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി? അത് മറ്റൊന്നും കൊണ്ടല്ലടാ, നീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ജോലി ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും നിന്റെ കൈ തൊട്ടാൽ മതി, അപ്പോൾ തന്നെ ആ അസുഖവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകും. അതെല്ലാം എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എനിക്കറിയില്ല ചേച്ചി, ചേച്ചി പറയുന്ന സമയത്താണ് ഞാനിതൊക്കെ അറിയുന്നത് തന്നെ എന്ന് ഞാൻ ഗ്രീഷ്മ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മ ചേച്ചിക്ക് എൻ്റെ സാമീപ്യം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിലെന്തോ മുട്ടുന്നൊരു ശബ്ദം. ആരാണത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഗ്രീഷ്മ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ഇനി ആരെങ്കിലും ചിട്ടിക്കാരോ പലിശക്കാരോ അങ്ങനെ ആരെങ്കിലും വന്നായിരിക്കുമോ എന്നതിന് എൻ്റെ ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രീഷ്മ ചേച്ചിയെ നോക്കുന്ന സമയത്ത് ചേച്ചിയും അതേ ഡൗട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഏതായാലും ഞാൻ പുറത്ത് പോയി നോക്കട്ടെ ചേച്ചി എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് അത് പ്രകാശേട്ടനായിരുന്നു. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് പ്രകാശേട്ടൻ അകത്തേക്ക് കയറി. അവക്കെന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ചെറിയൊരു നടുവേനയും കാര്യങ്ങളൊക്കെ, ഇവിടെ നിന്ന് കുനിയുന്നവരെയൊക്കെ ചെയ്തായിരുന്നു, അതിൻ്റെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രകാശേട്ടൻ മുറിക്കകത്തേക്ക് കയറിപ്പോയി ഷർട്ടും കാര്യങ്ങളൊക്കെ മാറാൻ. ആ സമയത്ത് ഞാൻ അവിടെ കയറിയത് ഭീഷ്മ ചേച്ചിയോട് പറഞ്ഞു, ഞാനെന്നെങ്കിൽ ചെല്ലട്ടെ ചേച്ചി, അകപ്പാട് എനിക്ക് പ്രകാശേട്ടനുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് ഭീഷ്മ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ വരണേ കേട്ടോ, ഇനിയും നീ വരാതിരിക്കരുത് എന്ന് തന്നെ പറഞ്ഞു. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുതിയൊരു വെറൈറ്റി സ്റ്റോറിയുമായിട്ട് ഇനിയും വരും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്സ് ചെയ്യുക. അപ്പം വീണ്ടും കാണാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.